സുജിത് ദാസ് നർക്കോട്ടിക്സിൽ ASP ആയിരിക്കെ വ്യാജ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന ആരോപണത്തിലും കൂടുതൽ തെളിവുകൾ പുറത്ത്. പ്രതിയെ സുജിത് ദാസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയെന്ന് GD റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. GD എൻട്രിയുടെ കോപ്പി റിപ്പോർട്ടിന് ലഭിച്ചു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഈ മാസം 24-ന് ഹൈക്കോടതി പരിഗണിക്കും. അലി അക്ബർ ഷാ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, എന്താണ് ഈ കാര്യമെന്നൊന്ന് വിശദീകരിക്കാമോ? അരുൺകുമാർ, ഇടത്തലയിലെ ഈ വ്യാജ കഞ്ചാവ് കേസ് ആരോപണവുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സുജിത് ദാസിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് 6 യുവാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ യുവാക്കളുടെ പരാതി സത്യമാണ്, അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന ആരോപണം ശരിവെക്കുന്ന നിലയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2018 ഫെബ്രുവരി 24-നാണ് ഇടത്തലയിൽ നിന്നും ഈ യുവാക്കളെ ഈ മറ്റ് പെറ്റി കേസുകളിൽ, അതായത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പിടികൂടുന്നതും പിന്നീട് കഞ്ചാവ് കേസ് ഇവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതെന്നും സുജിത് ദാസിനെതിരായ പരാതി. അന്ന് സുജിത് ദാസ് സ്റ്റേഷനിൽ നിന്നും ഈ പ്രതിയായി പുറത്തിറക്കി കൊണ്ടുപോയി ഡാൻസ് ഓഫ് സംഘത്തിനെ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ എടത്തല പോലീസ് സ്റ്റേഷനിലെ GD എൻട്രി വ്യക്തമാക്കുന്നത്. ഈ GD എൻട്രിയുടെ കോപ്പിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, അന്നത്തെ ഡാൻസ് ഓഫ് ASP ആയിരുന്ന സുജിത് ദാസ് ഈ പ്രതിയായ ഉമറുൽ ഫാറൂഖിനെ സ്റ്റേഷനിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നത് ഇവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. അത് വ്യക്തമാക്കുന്ന നിലയിലുള്ള GD എൻട്രിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് യുവാക്കളുടെ ആരോപണം ശരിവെക്കുന്ന നിലയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യുവാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ഈ മാസം 24-ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ ഈ ഹർജി പരിഗണിച്ചിരുന്നു. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇടത്തല കേസിലും കുരുക്കുമുറുകുകയാണ് സുജിത് ദാസിനെതിരെ. കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവിടുമെന്നും ഈ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ അറിയിക്കുന്നുണ്ട്. എന്തായാലും കുരുക്കുമുറുകുന്നു എന്ന് തന്നെ വേണം പുതിയ തെളിവുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ. സുജിത് ദാസ് ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ നിന്നും വേണം ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളിൽ നിന്നും മനസ്സിലാക്കാൻ. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. സുജിത് ദാസിന് കുരുക്കുമുറുകുന്നു എന്നാണ് അലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അലി അക്ബർ ഷാ റിപ്പോർട്ട് ചെയ്യുന്നത്. സുജിത് ദാസിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഇപ്പോൾ വരുന്നത്? വ്യാജ ലഹരി കേസ് ഉണ്ടാക്കുക, ASIയെ മാനസിക സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യാ പ്രേരണ നടത്തുക, ആ ആത്മഹത്യാ പ്രേരണ നടത്തുന്നത് കൂടാതെ അതിൻ്റെ തെളിവുകൾ, ആത്മഹത്യക്കുറിപ്പ് തെളിവ് നശിപ്പിക്കുക, മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി അതൊടുവിൽ കത്തിച്ച് കളയുക, അങ്ങനെ എത്രയെത്ര ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വരുന്നത്. ഒടുവിലൊരു MLA കാല് പിടിച്ച് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് കരയുക. എന്തായാലും നോക്കൂ, ഇതാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും കുരുക്ക് അത്ര എളുപ്പമല്ല അഴിച്ചെടുക്കാൻ എന്നത് വ്യക്തമാവുന്നു. ഇന്നും അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പുതിയ വകുപ്പോ തസ്തികയോ കൊടുത്തിട്ടില്ല. സസ്പെൻഷൻ ഓർഡർ ഓൺ ദ വേ എന്നും ചില സൂചനകളുണ്ട്.